ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലബാർ സ്പെഷ്യൽ ഉന്നക്കായ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഉന്നക്കായ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ 2 വലിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഓരോ ഏത്തപ്പഴവും നമുക്കൊന്ന് 2ആയിട്ട് മുറിച്ചെടുക്കാം. ഇനി ഓരോ കഷ്ണവും 4ആക്കി ഒന്ന് മുറിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ ഇതിൻ്റെ നടുക്കുള്ള ആ കുരു ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് നീക്കം ചെയ്യണം. എല്ലാ ഏത്തപ്പഴം ഇതേ രീതിയിലൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്കിതൊരു 6-7 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സ്റ്റഫിങ് ഒന്ന് റെഡിയാക്കി എടുക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻസലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതൊന്ന് വറക്കണം. ഇപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ്. ഇപ്പം ഞാനിതുണ്ടല്ലോ വേറെ ആവശ്യത്തിന് വേണ്ടി കൂടിയാണ് ഈ സ്റ്റഫിങ് തയ്യാറാക്കുന്നത്. അതിനാണ് 1/4 കപ്പ് തേങ്ങ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഉന്നക്കായ തയ്യാറാക്കാൻ വേണ്ടി 3/4 കപ്പ് തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. തേങ്ങയിലെ ആ വെള്ളമായി ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കണം. പഞ്ചസാര എല്ലാം ഈ തേങ്ങയിലോട്ട് പിടിക്കുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 3/4 കപ്പ് തേങ്ങ എടുക്കുന്നുള്ളെങ്കിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പഞ്ചസാര എല്ലാം മെൽറ്റായി ആ തേങ്ങയിലോട്ട് പിടിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കണേ. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്റ്റഫിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് കോരി വെക്കാം. ഏത്തപ്പഴം വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 7 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. ചെറിയ ചൂടോടുകൂടി ഒന്ന് ഉടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഇനി ഏത്തപ്പഴം നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനുവേണ്ടി ഇതുപോലെ ഞാനൊരു തടിയുടെ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. വെച്ച് നല്ലതായിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചാൽ അങ്ങ് ഒത്തിരി അങ്ങ് ലൂസായി പോവും. പിന്നീട് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പ്രയാസമാണ്. ഞാൻ ഇതുപോലെ വലിയൊരു നാരങ്ങ വലുപ്പത്തിലാണിത് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. നല്ലതായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുണ്ടല്ലോ കൈവെള്ളയിലോട്ട് വെച്ച് ഇതേ രീതിയിലൊന്ന് പരത്തണം. ഇടയ്ക്ക് കൈ ഉണ്ടല്ലോ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് പരത്താം കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സ്റ്റഫിങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതേ രീതിയിൽ മടക്കി ഒന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതേ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കണം. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഒരു പാനിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഏത്തപ്പഴം എല്ലാം വെന്തതായത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.